നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 15, 16 തീയതികളിൽ മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്കും മകരം ലഗ്നത്തിനും 7ാം ഭാവത്തിൽ ഗജകസ്തരി യോഗം രൂപീകരിക്കപ്പെടുന്നു. അതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ജൂലൈ 14 വൈകിട്ട് 6:48 PM മുതൽ ജൂലൈ 16 രാത്രി 7:52 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാവുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് എല്ലാ വീഡിയോസും അതിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ സംശയങ്ങൾ പറഞ്ഞു തരാം. വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവം ഇതാണ്. മകരം രാശിക്ക് ഈ ദിവസങ്ങളിൽ 15-16 തീയതികളിൽ കാര്യമായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നും തന്നെയില്ല. അത് മാത്രമല്ല, ശനി, സൂര്യൻ, വ്യാഴം ഈ 3 ഗ്രഹങ്ങൾ കൂടാതെ ബുധൻ, ചന്ദ്രൻ, ശുക്രൻ ഇവയൊക്കെ അങ്ങനെ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു. പ്രതികൂലമായിട്ട് കാര്യമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല. ബാക്കിയൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ മകരം രാശിക്ക് ഈ 12 രാശികളിൽ മകരം രാശിക്ക് മാത്രമാണ് ശനിയും വ്യാഴവും ഇപ്പോൾ അനുകൂലം. അത് ഏതാണ്ട് 1 വർഷത്തോളം തുടരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും, പ്രവർത്തികളൊക്കെ ചെയ്യുന്നതിനൊക്കെ തന്നെ എല്ലാത്തിനും ഒരു വിജയസാധ്യത ഉള്ള സമയമാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം, ഉപയോഗപ്പെടുത്തുക. കൗശലപൂർവ്വം, ബുദ്ധിപൂർവ്വം, വിവേകപൂർവ്വം നമ്മൾ ഈ അവസരം നമ്മൾ വിനിയോഗിക്കാം. ഇപ്പോൾ തന്നെ ശനി അനുകൂലമാണ്, 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശനി വഴി നമുക്ക് കിട്ടുന്നത് സർവകാര്യ വിജയം. ഏത് കാര്യം ചെയ്താലും നമുക്കൊരു വിജയസാധ്യതയാണ് ശനി നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ നിങ്ങളുടെ ഗ്രഹനിലയും അതുപോലെ തന്നെ ഈ എന്താ പറയുക, നമ്മുടെ മഹാദശ, അന്തർദശ ഇതൊക്കെ തന്നെ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, പിന്നെ ശനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ തൊട്ട് മൊബൈൽ തൊട്ട് എല്ലാം യന്ത്രങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ, അത് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഈ സാങ്കേതിക രംഗം, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് വരുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും നേട്ടമാണ് ശനി വഴി. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ തൊഴിൽപരമായിട്ടുള്ള വിജയവും ഈ ദിവസങ്ങളിൽ കാണുന്നു. 6ാം ഭാവത്തിൽ സൂര്യനും ബുധനും ബുധാദിത്യ യോഗത്തോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം, ഇത് ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ടൊരു ജോലി കിട്ടാൻ സാധ്യത, തൊഴിൽ തേടി നടക്കുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ തൊഴിലുള്ളവർക്ക് തന്നെ ശമ്പള വർധനവ്, അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടായിരുന്നു കിട്ടും. അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ പ്രീതിക്ക് പാത്രമാകും. അതുകൂടാതെ നമുക്ക് വീടിന് തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാം. അത് മാത്രമല്ല, തൊഴിൽപരമായിട്ട് ഉണ്ടായിരുന്ന വൈഷമ്യങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും. പിന്നെ ഇവിടെ ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ ഇത് 3 അനുകൂലമായതിനാൽ നമുക്ക് ഗൃഹലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു വീട് വാങ്ങിക്കാം,
അതുപോലെ പുതിയൊരു വീട് വെക്കുന്നതിന് ലോണിന് ശ്രമിച്ചാൽ കിട്ടും. അതുപോലെ ഈ ഉള്ള വീട് തന്നെ മോടി പിടിപ്പിക്കാനൊക്കെ അനുകൂല സമയമാണ്. അതുകൂടാതെ ബന്ധങ്ങൾ ഊഷ്മളമാവും എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ജീവിതം മാത്രമല്ല, തൊഴിൽപരമായിട്ടുള്ള ബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ, അതുപോലെ തന്നെ കുടുംബജീവിതം സമാധാനപരമാവും. ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഉയർച്ചയുണ്ടാവും, നേട്ടങ്ങൾ, ഊഷ്മളമായ അനുഭവങ്ങളുണ്ടാവും. പിന്നെ സമൂഹത്തിൽ ഉന്നതരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അതുവഴി നേട്ടങ്ങൾ നേടാനും സാധിക്കും. അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതികൾക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി മാത്രമാണുള്ളത്, അപ്പോൾ പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് എങ്ങനെ ധനവരവ് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കുള്ള മറുപടി ഇതാണ്. ഇപ്പോൾ എല്ലാവരും ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരെ സൈഡ് ബിസിനസ്സുകൾ പല രീതിയിൽ വരുമാനം വരുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അത് ജോലിക്ക് തടസ്സമാകാത്ത രീതിയിൽ. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് നമ്മൾ ഇത് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാം. അത് വളരെയധികം റിസ്ക്കുള്ള പണിയാണ്, എന്നാൽ തന്നെയും അതൊരു സാധ്യതയാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കാം. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഇത് തുടങ്ങിയാൽ ഒന്നിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ അല്ലെങ്കിൽ മക്കളുടെ പേരിലൊക്കെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ സ്വർണം വാങ്ങിച്ചു വെക്കാം. അവിടെ നിങ്ങൾ പറയും, എങ്ങനെ ഞങ്ങൾക്ക് സ്വർണം വാങ്ങിക്കാം, ലക്ഷക്കണക്കിന് രൂപ വേണ്ട കാര്യമില്ലയോ എന്നൊക്കെ പറയും. പക്ഷേ സംഭവം 1 ഗ്രാം സ്വർണം മേടിക്കാം, അതുകൊണ്ട് 15,000 രൂപയാകത്തുള്ളൂ. ഒരു 15,000 രൂപ ശമ്പളമുള്ള ഒരാൾ കണ്ണു അടച്ച് ശമ്പളം കിട്ടുമ്പോൾ ചേർന്ന് 1 ഗ്രാം സ്വർണം വാങ്ങി. അപ്പോൾ വീട്ടു ചിലവിനെന്തോ ചെയ്യും? ആ സ്വർണം എടുത്ത് പണയം വെക്കുക. പിന്നെ പലിശ അടയ്ക്കുന്നത് 15,000 രൂപയുടെ സ്വർണം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10,000 രൂപ കിട്ടും. അതിന് ഒരു മാസം 200 രൂപയെ പലിശയാകത്തുള്ളൂ പരമാവധി. ഓക്കെ, അപ്പോൾ ഒരു മാസം അപ്പം തന്നെ നമ്മൾ 5,000 രൂപ ലാഭിച്ചു കഴിഞ്ഞു. ഇത് ഏറ്റവും ചെറിയൊരു എമൗണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് നിങ്ങൾക്ക് അത് 1 ഗ്രാം വേണോ 1 പവൻ വേണോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാം. അപ്പോൾ ഈ 10,000 രൂപ നമ്മൾ എടുക്കുന്നു, അത് വീട്ടിൽ ആവശ്യത്തിന് എടുക്കുന്നു. ഓക്കെ, അപ്പം തന്നെ 5,000 രൂപ ലാഭിച്ചു കഴിഞ്ഞു. പിന്നെ ഇത് വില കൂടുമല്ലോ, സ്വർണത്തിന് വില ഇടിയുന്ന സമയം ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും പൊതുവിൽ മൊത്തത്തിൽ ഇൻ ദ ലോങ് റൺ സ്വർണത്തിന് വില കൂടുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. അതിപ്പോൾ പവന് 1,00,000 താഴെ പോയാൽ തന്നെ അത് തിരിച്ചു കയറി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വില കൂടുമ്പോൾ അത് നമുക്ക് വിൽക്കുകയെല്ലാം ചെയ്യാം. പക്ഷേ അത് ഉടനെ വേണമെന്നില്ല. പിന്നെ 2ാമത്തെ മാസം നമ്മൾ ശമ്പളം കിട്ടുമ്പോൾ 1,000 2,000 രൂപ നമ്മൾ ഈ പണയത്തിൻ്റെ ഒരു മുതലിൽ പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ച് അടയ്ക്കുക. അങ്ങനെ പതുക്കെ ആ സ്വർണം നമുക്ക് സ്വന്തമാക്കുക. അപ്പോഴത്തേക്ക് ഇതിന് വലിയതായിട്ട് വില കൂടിയിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്വർണം തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും സ്വർണം വാങ്ങിക്കുന്നു, പണയം വെക്കുന്നു. ഓക്കെ, ആ കലാപരിപാടി ഇങ്ങനെ തുറന്ന് പിന്നെ തീർച്ചയായിട്ടും 200 രൂപ വെച്ച് ഒരു മാസം നമുക്ക് പലിശ അടയ്ക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനൊരു വരുമാന മാർഗം. പിന്നെ തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യാം. അതൊക്കെ ലക്ഷങ്ങളും കോടികളും വരെ കിട്ടുന്ന വരുമാന മാർഗങ്ങളാണ്. പിന്നെ ഒരു ഷോപ്പ് എടുത്ത് വ്യാപാരം തുടങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അതൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ. അപ്പോൾ ഇങ്ങനെ ചെറിയ തരത്തിൽ നമുക്ക് പലതരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് ധനപരവും സൃഷ്ടിക്കാം. ഓക്കെ, അതുകൊണ്ട് ശമ്പളം, ഒരു ജോലി, അതിൻ്റെ ശമ്പളം അത് മാത്രമായിട്ട് നമ്മുടെ വരുമാനം ഒതുങ്ങിപ്പോകരുത്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരം ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിന് നേട്ടം ഉണ്ടാവും. ഓക്കെ,
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ഇത് ഭൗതിക സുഖങ്ങൾ, വ്യാഴം അനുകൂലമാണ്, ചന്ദ്രനും ശുക്രനുമൊക്കെ അനുകൂലമാണ്. അപ്പോൾ ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ വീട്, വാഹനം, മറ്റ് വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള യന്ത്രസാമഗ്രികൾ ഇതൊക്കെ തന്നെ വാങ്ങിക്കാം. അതുപോലെ തന്നെ വീട് മോടി പിടിപ്പിക്കാം. പിന്നെ തീർച്ചയായിട്ടും വിവാഹം, അത് നിങ്ങൾ കല്യാണം കഴിച്ചതാണെങ്കിൽ മക്കൾക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കുക. അതുപോലെ തന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ നിങ്ങൾക്ക് പലതരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിരവധി മാർഗങ്ങളുണ്ട്. അങ്ങനെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് നമുക്ക് ലഭിക്കുന്ന, കുറേ വർഷം അതിലേക്ക് ഒരു ആദ്യ ചുവടുവയ്പ് നമുക്ക് നടത്താൻ പറ്റും ഈ ദിവസങ്ങളിൽ. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാകും. പിന്നെ ഈ യൂട്യൂബ് തന്നെ തുടങ്ങാം. ഒരാൾക്ക് വിവിധ സ്രോതസ്സിൽ നിന്നുള്ള ധനവരവ് നമുക്ക് കിട്ടാൻ വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങാം. ചിലതൊക്കെ കയറി ക്ലിക്കാവും. അപ്രതീക്ഷ ഓരോരുത്തരെ ഒരു ഡ്രൈവറുടെ കഥയൊക്കെ യൂട്യൂബിലൊക്കെ വരാറുണ്ട്. അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് വരുമാനം ഓരോ മാസം ഉണ്ടാക്കുന്നത് ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരു വ്യക്തിക്കാണ്. ചെറിയ കാര്യമൊന്നുമല്ല. കാര്യം ഒരു IAS തന്നെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരെ തന്നെ ഒരു 4.25 ലക്ഷമൊക്കെ ശമ്പളം കിട്ടുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ യൂട്യൂബറിന് 1 കോടിയിലേറെയാണ് ഒരു മാസം വരുമാനം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥരായാലും ചെറിയൊരു സെയിൽസ്മാൻ ആയാലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നേടാം ഇതിലെല്ലാം തന്നെ. പക്ഷേ ഈ ഭാഗ്യങ്ങളൊക്കെ ഈ പറഞ്ഞ സൂര്യൻ, ശനി, ബുധൻ, ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി വളരെ ഗജകേസരി യോഗം, അതായത് ഇവരുടെ 7ാം ഭാവത്തിൽ ചന്ദ്രൻ സ്വക്ഷേത്രപരമായിട്ടും വ്യാഴം ഉച്ച രാശിയിലും ആണ്. അപ്പോൾ അതിശക്തമായ ഗജകേസരി യോഗമാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതൊക്കെ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് കരഗതമാവുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ സംഭവം നടന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈശ്വരനുമായിട്ട് എങ്ങനെ അടുക്കണം? സൗകര്യം കിട്ടുമ്പോൾ അമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ സൗകര്യം കിട്ടുമ്പോൾ ദൈവം എന്നെ അങ്ങ് രക്ഷിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ നോക്കത്ത പോലുമില്ല, ശ്രദ്ധിച്ചൊന്നും വരത്തില്ല. കാരണം കോടിക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന പുറകിലായി പോരുക. നമ്മൾ ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിക്കുക. അതിന് സമയമില്ലെന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാര്യം 2-3 മിനിറ്റ്, ഞാൻ ഒരു ദിവസം ഏറ്റവും മിനിമം പ്രാർത്ഥിക്കുന്ന 7 മിനിറ്റാണ്. 7 മിനിറ്റ്. ഓക്കെ, അത് തന്നെയും വേണ്ട. ഒരു 2-2.5 മിനിറ്റ് നമ്മൾ കൃത്യനിഷ്ഠയോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അത് ശാസ്ത്രീയമായി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് പറയണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ എടുക്കും. അപ്പോൾ അത് നിങ്ങൾ എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടുക, താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഫോൺ വിളിക്കരുത്, ഞാൻ വാട്സാപ്പ് നമ്പർ പറയാം, 9847291363. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് പറ്റും, കാര്യങ്ങൾ നടക്കും. അല്ലാതെ നമ്മളൊന്നും വിചാരിച്ചാൽ അതൊന്നും പണം ഉണ്ടാക്കാനൊക്കെ ഇല്ല, ഐശ്വര്യമൊന്നും വരില്ല, നമുക്ക് അതിനുള്ള സമയവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. ഇത് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഭാഗ്യമാണ്. ഓക്കെ, ഇടിവെട്ട സൗഭാഗ്യമാണ്. നിങ്ങൾക്ക് മാത്രമായി സൂര്യൻ ഉദിക്കും. ഓക്കെ, നിങ്ങൾക്ക് മാത്രമായി ചന്ദ്രൻ നിലാവ് പൊഴിക്കും. സാഗരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വഴിമാറിത്തരും. അതായത് 10 കമാൻഡ്മെൻറ്റ്സിൽ കണ്ടിട്ടില്ല, ഈ കടൽ 2ആയിട്ട് മാറി നിൽക്കുന്ന ഒരു സീനുണ്ട് അതിനകത്ത്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ പ്രതിബന്ധങ്ങളെല്ലാം പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് സമുദ്രമായാൽ പോലും അതുവരെ നിങ്ങൾക്ക് വേണ്ടി ഒതുങ്ങി മാറിത്തരും നിങ്ങളുടെ ഈ സമയം നല്ലതായതുകൊണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ വഴിത്താരയിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് ഹിമാലയ പർവ്വതമാണെങ്കിൽ പോലും ആ ഹിമാലയ പർവ്വതം പോലും
വഴിമാറിത്തരും. പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കണം. ഈശ്വരൻ്റെ കൈപിടിച്ചുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ മുമ്പിലുള്ള വൻമതിലുകൾ, ചൈനീസ് വൻമതിലുകൾ പോലും വഴിമാറി തരും നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനും നിങ്ങളുടെ പിന്നെ ഈ മഹാദശ അന്തർദശയൊക്കെ അനുകൂലമാണോ എന്നൊക്കെ നോക്കണം. ഗ്രഹനിലയിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്നൊക്കെ നോക്കണം. അതൊക്കെ നിങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം പരിഹരിക്കാം, എല്ലാം പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചാനൽ നടത്തുന്നത്. ഓക്കെ, വ്യക്തമായിട്ട് പറയാം, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല, തീർച്ചയായിട്ടും ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് എന്നെ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ വെളിച്ച ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.